കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ടൈറ്റിലിൽ. പിന്നെ നമ്മൾ ഗെയിം കളിച്ചു, ഫേസ് എടുത്തു, അതെല്ലാം കൊണ്ട് ജാസ്മിൻ ഡിസർവിങ് തന്നെയാണ് നമുക്ക് തോന്നിപ്പോയത്. നമുക്കിവിടെ ഇപ്പം പുറത്തുള്ള കുറച്ച് എന്താണ് കുറേ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കിട്ടി. ഇനിയെങ്കിലും അതൊന്നും വേണമെന്ന് നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഗെയിം കളിച്ചതും പിന്നെ ടാസ്ക് കൊടുത്തിട്ടുള്ള ആളാണ് ജാസ്മിൻ. ഇവിടെ നിന്നതിൽ ആ ഒരു ബിഗ് ബോസ് എന്ന് ഇപ്പോൾ സീസൺ 6 എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ പേരാണ് അറിയുന്നത്. ജാസ്മിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിസേർവ്. പക്ഷേ ടോപ്പ് 2-ലെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായിരുന്നു കണ്ടന്റ് ക്രിയേറ്ററിൽ ജാസ്മിൻ തന്നെ ടോപ്പ് 2-ൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ജാസ്മിൻ്റെ പേരാണ്. ഇപ്പോൾ ഈ സീസൺ 6 ഏറ്റവും വലിയ ഒരു ആ ഷോ അറിയപ്പെട്ടതും അതിലേക്ക് വന്നത് ജാസ്മിൻ എന്ന ഒരു ആളുടെ ഒരു പ്രസൻസ് കൊണ്ടാണ് ആ ഷോ ഇത്രയും ഹിറ്റ് അടിച്ചതെന്ന് നമുക്ക് പറയാനുള്ളത്. ഏതൊരു കണ്ടസ്റ്റൻ്റ് അവിടെ നിന്ന് പുറത്തിറങ്ങിയാലും ആര് എന്തിനെ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിച്ചാലും ആ ഒരു നിങ്ങളുടെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യണ ജാസ്മിൻ്റെ മുഖം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വാൾപേപ്പറിൽ അവർ ഓപ്പൺ ചെയ്യൂ. കാരണം അത്രയും കണ്ടന്റ് ക്രിയേറ്ററാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ഈ സമൂഹം അവളെ ഇത്രയും മാത്രം ക്രൂശിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമൊന്നും ജാസ്മിൻ അതിനകത്ത് ചെയ്തിട്ടില്ലെന്ന് 100% ഉറപ്പാണ്. കാരണം നെഗറ്റീവും പോസിറ്റീവും ഇല്ലാത്ത മനുഷ്യരാരും ഇല്ല ഈ ലോകത്ത്. പിന്നെ ഇവിടെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ലോകത്ത്. പീഡിപ്പിക്കുന്നവർ പോലും ഇത്രയും സൈബർ അറ്റാക്ക് കിട്ടിയിട്ടില്ല. അത്രമാത്രം ആ കുട്ടി സൈബർ അറ്റാക്ക് അവൾക്ക് പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം താങ്ങാനുള്ള ശേഷി കൊടുക്കട്ടെ. വലിച്ചു കീറാനാണ് ഉദ്ദേശമെങ്കിൽ കൂടെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഒരാളെങ്കിലും ഒരാളല്ല ഒരുപാട് പേരുണ്ട്, പക്ഷേ കൂടെ നിൽക്കാൻ തന്നെയാണ്. കാരണം ജാസ്മിൻ ആ ഒരു സപ്പോർട്ട് അർഹിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ 100 ദിവസം എന്ന് പറയുന്ന നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട എല്ലാ അപ്പ് ആൻഡ് ഡൗൺസും ജാസ്മിൻ ആ 100 ദിവസം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ഗെയിം കഴിഞ്ഞു ഷോയ്ക്ക് ഇവർ വിന്നറെ കിട്ടി. ഇനിയെങ്കിലും ആ ഒരു സൈബർ അറ്റാക്ക് കാരണമൊക്കെ വേണ്ടതാണ്. കാരണം പിന്നെ ഒരുപാട് ആ കുട്ടി ഇപ്പം നേരത്തെ പ്രണയം ഒരു സ്ട്രാറ്റജിയായിട്ട് പറയുന്നത് പ്ലേയാണെന്ന് പറയുന്നത് ഗെയിമിൻ്റെ പാട്ടാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം അതൊക്കെയാണല്ലോ ഇപ്പോൾ ഇതിന് എന്തെങ്കിലും വാസ്തവികത ഉണ്ടോ എന്നുള്ളത് അവർ തന്നെ പറയേണ്ട കാര്യം. തീർച്ചയായിട്ടും അത് പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത്. ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ജാസ്മിൻ എന്ന് പറയുമ്പോഴേ അവിടെ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യം ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രാമ ചെയ്തു എന്നുള്ള രീതിയിലാണ്. പക്ഷേ അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി. ഇപ്പോൾ ഒരു 100 ദിവസം ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരാളോട് ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് സംസാരിച്ചു. അതിനെ ഒരു ഓക്കെ അത് എന്ത് വികാരമായാലും അത് പറയേണ്ടത് ജാസ്മിനും ഗബ്രിയും തന്നെയാണ്. അവരാണ് അതിനെപ്പറ്റി പറയേണ്ടത്. ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് സംസാരിക്കുന്നവർക്ക് അതിന് ഏത് അർത്ഥം വേണമെങ്കിലും പറയാം. പക്ഷെ അതിൻ്റെ കറക്റ്റ് ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നുള്ള ക്ലാരിറ്റി പറയേണ്ടത് ജാസ്മിൻ തന്നെയാണ്. പക്ഷേ ഈ വോട്ട് അങ്ങനെ വിഭജിച്ച് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് അങ്ങനെ മെയിൻ ഷോണിസ്റ്റ് ഫീമെയിലായിട്ടോ അങ്ങനെ ഉറപ്പ് ജാസ്മിൻ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്ന് രാജാവായിട്ട് എടുക്കണം ഉറപ്പായിട്ടും. അതിലൊരു മാറ്റവും ഇല്ല. കാരണം അഖിൽമാരാറിനെ പോലെ ഒക്കെ തന്നെ ആയിരുന്നു ജാസ്മിൻ അതിനകത്ത്. കാരണം ഇനി അതിന് വെച്ച് എൻ്റെ ട്രോൾ അഖിൽമാരാറിനെ പോലെ പറഞ്ഞു ജാസ്മിൻ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഒരു റിയൽ ഫൈറ്റ്. പിന്നെ അഖിൽമാരാർ സീസൺ 5 എന്ത് കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു അതേപോലെ അഖിൽമാരാറുടെ പേരല്ലേ സീസൺ 5 എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നത്. അതേപോലെ തന്നെ സീസൺ 6 ജാസ്മിൻ്റെ പേരാണ് അറിയുന്നത്. കാരണം അവരാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. കഴിഞ്ഞ തവണ ഇതുപോലെ ശോഭ വലിയ രീതിക്ക് മാരാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ മൂന്നാമത് ഇത്തവണ ജാസ്മിന് മൂന്നാമത് എത്തുന്നൊരു സാഹചര്യം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് ഗെയിം പോകുന്നു. അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ്. കാരണം ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ജാസ്മിൻ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിന്നർ ആവേണ്ട വ്യക്തി ജാസ്മിൻ തന്നെയാണ്. അവിടെ ഒരു ആണായിരുന്നു ഇതേപോലെ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയതോ അവിടെ നിന്ന് എത്രയോ ആൾക്കാർക്ക് പുറത്ത് ഇഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എന്നിട്ട് അവിടെ വന്നിട്ട് പലരോടും അടുപ്പത്തോടെ സംസാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷേ ജാസ്മിൻ ആയതുകൊണ്ട് ഔട്ട് സൈഡ് ഒരാളോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് പുറത്തകത്ത് ഒരാളോട് ഒരു കംഫർട്ട് ഫീൽ തോന്നിയത് തെറ്റായിപ്പോയി. അത് എക്സാക്ട്ലി ജാസ്മിൻ ഒരു പെണ്ണായതുകൊണ്ട്. കോംബോയൊക്കെ പല സീസണിൽ കോംബോ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സീസണിൽ ഈ ഒരു കോംബോ ഏറ്റവും വിമർശിക്കപ്പെട്ടതൊക്കെ ഇതായിരുന്നു. ഇപ്പോൾ ഇത്രയ്ക്ക് ഒരു ആവശ്യം നടത്തില്ല. പിന്നെ ഇപ്പോൾ കോംബോ കളിച്ച് എത്രയോ പേര് പോയ സീസണൊക്കെ ഒരുപാടൊന്നും അറിയാം. പക്ഷേ ഇതിനെക്കാട്ടും പല വിമർശനങ്ങളും പുറത്തൊരു വ്യക്തി വന്നിട്ട് അതിനൊക്കെ കുറച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ചാറ്റിങ് കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരിക, അതൊക്കെ ഒരു ഡീലിവറിങ് അതെല്ലാം ജാസ്മിനായിട്ട് എഫക്റ്റ് ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഈ കോംബോ ഒരു വിഷയം അല്ലെങ്കിൽ പോലും ഈ ഇവിടുത്തെ രീതിക്കുള്ള ഒരു നെഗറ്റീവ് ആ കുട്ടിക്ക് ആക്കി കൊടുക്കുന്നതൊക്കെ ഒരു മോശം കാര്യമാണ്. പുറത്തുനിന്നായാലും ഒരുപാട് ഓൺലൈൻ വീഡിയോസ് ഒക്കെ അങ്ങോട്ട് ഡീലിംഗ് ചെയ്യുന്നു ജാസ്മിനെ. എല്ലാവർക്കും കണ്ടുതരുന്നു. ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും ജാസ്മിൻ്റെ കണ്ടുതരുന്നു. ഇപ്പം ട്രോളായാലും അഭിപ്രായങ്ങൾ പറയാനും ജാസ്മിനൊക്കെ കണ്ടുതരുന്നു എല്ലാ യൂട്യൂബേഴ്സിനും അല്ലേ. ഹിന്ദി ബിഗ് ബോസിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഹിന്ദിയിലോ വേറെ ഏത് ഭാഷയിലായിരുന്നെങ്കിൽ ജാസ്മിൻ തന്നെ ആയിരുന്നു വിന്നറാവുക. നമ്മുടെ മലയാളികൾക്ക് എന്തോ അംഗീകരിക്കാൻ പറ്റില്ല. സദാചാരമായിരിക്കും അവരുടെ പ്രശ്നം. ഒരു മെയിൽ കടിച്ചു വെച്ചു ഇതേ ഗെയിം കളിക്കുന്നു. അദ്ദേഹത്തിന് വലിയ കിങ് ആവുന്ന രാജാവാകും കാരണം അതിനൊക്കെ എടുത്ത് പൊക്കു കാരണം ഒരുപാട് ഫാൻസുകളുണ്ടാവും. എക്സാമ്പിൾ റോബിൻ, അഖിൽ ഇവരൊക്കെ. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ താഴെ ജാസ്മിൻ്റെ ഓരോ ആൾക്കാരുടെ വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തള്ളി പറഞ്ഞവർ വരെ മാറ്റി പറഞ്ഞു. ടോപ്പ് 2-ൽ ഉറപ്പായിട്ടും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി ജാസ്മിൻ ആയിരുന്നു അർജുനേക്കാളും. അത് ഉറപ്പായിട്ടും. കാരണം
ഉറപ്പായിട്ടും അർജുൻ എന്തുകൊണ്ടാണ് സെക്കൻഡിൽ വന്നത്, എനിക്ക് ട്രോൾ ആവോ ഇല്ലെന്നൊന്നും ഞാൻ സത്യമായിട്ട് പറയാം. ഇത് പോയത് കൊണ്ട് തന്നെയാണ് അർജുൻ സെക്കൻഡിലേക്ക് വന്നത്. അത്രയും വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഈ ഒരു സ്പേസ് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പെർഫോമൻസ് ഇല്ലെന്ന് പറയാൻ വേണ്ടി പറ്റും. നമ്മൾ കാണണം ജാസ്മിൻ എന്ത് നൽകി ഈ സീസൺ വേണ്ടി ഇങ്ങനെ ഗെയിം കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് അർജുനെക്കാട്ടി എത്രയോ ടോപ്പ് ബെറ്ററാണ് ജാസ്മിൻ. പക്ഷേ ഒരിക്കലും ജാസ്മിൻ പുറത്തു വരാൻ പറയത്തില്ല, അർജുൻ ഡിസേർവിംഗ് ടോപ്പ് ടോപ്പിലെല്ലാം ജാസ്മിൻ പറയത്തില്ല. അതാണ് ജാസ്മിൻ ഒരു കാരണം